ഇതൊക്കെ കയ്യിലൊക്കെ വെച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ KGF ആൻഡ് ജിപ്സിയുടെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുത്തമ്പീനാറിൻ്റെ എപ്പിസോഡുകൾ കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നേരെ നമ്മൾ കുത്തമ്പീനാറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ടിക്കറ്റ് 35 രൂപയാണ് ഓൺലൈൻ കാണിക്കുന്നത്. പക്ഷേ ഇവർ 25 രൂപ എക്സ്ട്രാ മേടിച്ചു. 60 രൂപയാണ് ഞങ്ങളുടെ കണക്ട് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ക്യൂ ഉണ്ടാവുമെന്നാണ് പറയുന്നത് ടിക്കറ്റ് മേടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് ടൈമുണ്ട്. ലഞ്ച് ടൈമിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം ഇവർ ചെന്നിട്ട് ടിക്കറ്റ് പോയി ക്യൂ നിന്ന് മേടിച്ച് തരിക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ 25 രൂപ കൂടുതൽ മേടിച്ചിട്ടുണ്ട്. കമ്മീഷനാണത്. സോ 60 രൂപ വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോകണമെങ്കിൽ നേരിട്ട് പോയിട്ട് എടുക്കാം കേട്ടോ. ക്യൂ നിന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. 35 രൂപയുള്ളൂ കേട്ടോ അവിടെ ടിക്കറ്റ്. മാർക്കറ്റാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതായിട്ടുള്ള മാർക്കറ്റാണ്. സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണണം. ദില്ലിയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. ദില്ലിയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് നമ്മൾ ആശ്രം റോഡാണ് കാണുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ആശ്രം റോഡാണ്. പുല്ലിൽ ഇത് നോക്കി വെച്ചിട്ടുണ്ടല്ലോ. സ്റ്റിച്ചേഴ്സ് കാണാം. ഇതാണ് ഹോസ്പിറ്റലിലൂടെ. AIM ആണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് AIM. എൻട്രി 1 എൻട്രി കാണാൻ പറ്റുന്നുണ്ട്. വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ. ഇത്ര ഇതാന്ന് നോക്കി അവിടെ കിടക്കുന്ന നോക്കി അത്രയും ദുബലായിട്ട് കിടക്കുന്ന ഹോസ്പിറ്റലായിരിക്കണം. ദില്ലിയിലെ വേറെ സ്ട്രീറ്റ് ഒരു ഭാഗമായിട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള കടകളും അതേപോലെ തന്നെ ഹോസ്പിറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സകല എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. AIM ഉള്ളതുകൊണ്ട് മെഡിക്കൽ ഷോപ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. പെയിൻറ്റിങ്സ്, ഹാർഡ്വെയർ കട, അതേപോലെ തന്നെ എല്ലാ ഇതും ഇവിടെ ഈ ഒരു ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ കുത്തമ്പീനാർ കാണാനായിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കാണാനായിട്ട് പോകണം. അപ്പോൾ ഇനി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നടക്കേണ്ട. ഇതാണ് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അതിൻ്റെയൊക്കെ ഒരു പഴയകാല ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് കാണുന്നു. അങ്ങോട്ട് പോകണം. വി ഷുഡ് ഗിവ് ടിക്കറ്റ് നൗ. They save their timing also like. അപ്പോൾ ഓൾറെഡി നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടാ അവർ. tell me. Yeah. One person from bus, he didn't come here. He stood there and take everyone tickets. അപ്പം എല്ലാവരും ഞങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല 60 രൂപ കൊടുത്തിട്ടാണ് ഈ ഇത് എടുത്തത്. അപ്പോൾ അതിനകത്തു നിന്നുള്ള ഗൈഡ് വന്നിട്ട് ഓൾറെഡി ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതവിടെ കാണിച്ചാൽ മതി. അവിടെ കാണിച്ചാൽ മതി കേട്ടോ. ഇവിടെ ക്ലോക്ക് റൂമും കാര്യങ്ങളുണ്ട് ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പോവാം. എങ്ങനെയാണെന്ന് അറിയില്ല. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മൊബൈൽസൊക്കെ അലൗഡ് ആണെന്നാണ് കാണിക്കുന്നത്. See, we can scan and pay the ticket. ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ക്യൂ നോക്കി നല്ല ക്യൂ ആണ് കേട്ടോ. ഇവിടേക്കാണെന്ന് തോന്നണത്. ഞങ്ങൾക്ക് എവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ക്യൂ ഒക്കെ. കയറി ചെല്ലുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. ഗായ്സ് അങ്ങനെ അതെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, കുത്തമ്പീനാറിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നത്. ഇതും നമ്മൾ കാണേണ്ട അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് അത്. കുത്തമ്പീനാർ നമ്മൾ പറയാറുണ്ട് സൈറ്റ് ചരിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ. അതേ കണക്ക് ഉള്ളൊരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുത്തമ്പീനാർ പണി കഴിപ്പിക്കുന്നത് കുത്തബുദ്ദീൻ ഐബക്ക് എന്നും പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്കറിയാം
നമ്മുടെ ഗസ്നിയിൽ മുഹമ്മദ് ഗസ്നി ഇവിടെ വന്നു കഴിഞ്ഞ സമയത്ത് പുള്ളിക്കാരൻ്റെ ഒരു അടിമയായിരുന്നു. അടിമയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും എന്താ പറയുക വിശ്വസ്തനായ ഒരു തൊഴിലാളിയോ അങ്ങനെ എന്തോ ആയിരുന്നാണ് പറയണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ഒരാളായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം വന്നതോടുകൂടിയാണ് സ്ലേവ് ഡൈനാസ്റ്റി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. സോ സ്ലേവ് ഡൈനാസ്റ്റി അദ്ദേഹത്തിൻ്റെ ആ കാലത്തായിരുന്നു ഇതിൻ്റെ പണി ആരംഭിക്കുന്നത് ആ സമയത്താണ്. പക്ഷേ അത് ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആരംഭമാണ്. അതായത് സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആരംഭമാണ്. 1206 മുതലാണ് ശരിക്കും ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആരംഭം വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് ഡൈനാസ്റ്റി ആയിരുന്നു സ്ലേവ് ഡൈനാസ്റ്റി. ആ സ്ലേവ് ഡൈനാസ്റ്റിയിൽ കുത്തബുദ്ദീൻ ഐബക്ക് ആയിരുന്നു അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിക്കാൻ തുടങ്ങിയ ഒരു നിർമ്മിതിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം ഇത് നിർമ്മിച്ച് തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിന് ഇത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം ഇൽത്തുമിഷ് വന്നത്, അതായത് 3ാമത്തെ ആളാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ ഒരു നിർമ്മിതി ഫുള്ള് കംപ്ലീറ്റ് ആക്കിയെന്നാണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിവുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞ് നിൽക്കുവാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഇതൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുക. അപ്പം അത് ആ സമയത്ത് നിർമ്മിച്ച ഈ കാണുന്ന ഫോർട്ട് ആയിക്കോട്ടെ, ഇതൊക്കെ എല്ലാം അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിക്കാൻ തുടങ്ങിയാണ് കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് ഇതൊക്കെ മാറി. ആ ഭാഗത്തൊക്കെ നോക്കി നിങ്ങൾ കല്ലൊക്കെ അതിൻ്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ആണ്. വെറുതെ വെച്ചേക്കോ, ഇൻ്റർലോക്ക് ചെയ്തിട്ട് മേല് കല്ലായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്, ചെയ്ത് വെച്ചേക്കോ കേട്ടോ. ഉണ്ടോ, ഇത്രയും ഉയരമുണ്ട് നോക്കി. അതിൻ്റെ ഭാഗങ്ങളിൽ ഓരോ ഇത് കല്ല് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഓരോരോ ഗ്യാപ്പിൽ ഒരു ഇൻസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ. ഇൻസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടോ. മുകളിൽ പോകുന്തോറും അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ടോപ്പ് വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അകത്തേക്കാണ് പോകുന്നത്. ഈ ഫോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ അകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇതാണ്, ഇൻസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് നിർമ്മിച്ച ഇതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹിസ്റ്റോറിക്കലി നമുക്ക് നോക്കണം. കണ്ടോ, ഇതിൻ്റെയൊക്കെ ഇൻസ്ക്രിപ്ഷൻസ് കണ്ടോ, ഇതിൻ്റെയൊക്കെ ശില്പ കുത്തുപണികളൊക്കെ നമുക്ക് നോക്കി കണ്ടോ, എന്തോരം ഇതെന്ന് നോക്കി. അന്നത്തെ കാലത്ത് അതായത് 1200-കളിലാണ് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. 1200-കളിലാണ് ഈ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ നടന്നു തുടങ്ങിയെന്നുള്ളതാണ്. 1200-കൾ ഇത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു ശേഷിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തുണ്ടായിരുന്ന ഒരു സംഭവം അത്. ഓക്കെ, കണ്ടോ, അതൊക്കെ ടോപ്പൊക്കെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി. കണ്ടോ, അതിൻ്റെയൊക്കെ ബാക്കിയുള്ള പത്രങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതൊക്കെ ഒരു വലിയ ഫോർട്ടായിരുന്നിരിക്കണം. ആ കാലത്തൊക്കെ ഭരിച്ചിരുന്നവർ ഉപയോഗിച്ചിരുന്ന ഒരു കോട്ടയായിരിക്കണം ഇത്. അതൊക്കെ പക്ഷേ കാലപ്പഴക്കം കാരണം ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ പോയി. കണ്ടോ, ഇതിൻ്റെ ഒരു കവാടം കണ്ടോ, കവാടത്തിൻ്റെ ഹൈറ്റ് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി. കണ്ടോ, അപ്പോൾ ഇത്രയും വലിയ ഹൈറ്റുള്ള കവാടം വരുന്നെങ്കിൽ ഇതിൻ്റെ ഫോർട്ടിന് എത്രത്തോളം ഉയരം ഉണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ സമയത്തും ആരാധനയും കാര്യങ്ങളും ആലയങ്ങളും ഈ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമയത്തും, അതായത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ സമയത്തും ഇതേ കണക്കുള്ള ആരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇറിഗേഷൻ ഫെസിലിറ്റീസ് പോകുന്ന ഒരു ഇതാണ് ഇവിടെ. കണ്ടോ, വെള്ളങ്ങൾ പോകുന്ന സ്ഥലം. ഓക്കെ, അപ്പുറത്തെ ഭാഗത്തും കാണുന്നുണ്ട് ഒരു കോട്ടയും കാര്യങ്ങളൊക്കെ. ആ ഭാഗത്തോടൊക്കെ നമ്മൾ പോകും. ആ ഭാഗത്തൊക്കെ നമ്മൾ എന്തായാലും കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ കുത്തം മീനാർ നോക്കി, എന്താന്ന് നോക്കി, വലിയത് കുത്തം മീനാർ. ഇത്രയും പൊക്കമുള്ളത്. ഒരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുക, ഒരു വശത്തേക്ക് നല്ല രീതിയിൽ ചരിഞ്ഞിരിക്കുക സാധനം. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ചരിഞ്ഞ് വീഴുമെന്നൊക്കെ തോന്നും, പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നോ പ്രോബ്ലം. ഇവിടെ ഒരുപാട് സഞ്ചാരികളാണ്. ആ ഭാഗത്ത് നമുക്ക് കോട്ടകൾ കാണാം. അതിനപ്പുറത്ത് ഇത് മൊത്തത്തിൽ കാലപ്പഴക്കം കാരണം ഇടിഞ്ഞു പൊളിഞ്ഞ് പോയേക്കുക. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ശേഷിപ്പുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പണ്ട് കാലത്തെ ഡോമും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കവാടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ വേറെ ഇതിന് ചേർന്നിട്ടുള്ള ഒരു കോട്ടയുടെ അങ്ങോട്ടാണ് ഇപ്പോൾ നടക്കണം കേട്ടോ. ഇനി നടന്നങ്ങാട് ചെല്ലണം. നടന്ന് ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണിക്കാം. എടുത്ത് ഇങ്ങനെ ചൂട് വെച്ച് ഇങ്ങനെ കയറി നമ്മൾ പോകണം മുകളിലേക്ക്.
അയ്യോ ഇത് ഗൽജി ടോംബാണ് കേട്ടോ, ഈ കാണുന്ന ഗൽജി ടോംബ്സ് കണ്ടോ, ഗൽജിസ് മദ്രാസ. ഇത് ഗൽജി ടോംബാണ് കേട്ടോ, അതായത് സ്ലേവ് ഡൈനാസ്റ്റിക്കൊക്കെ ശേഷം വരുന്നതാണ് ഗൽജി ഡൈനാസ്റ്റി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ആ സമയത്ത് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കോട്ടയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മൈതാനം നോക്കി എന്താണെന്ന് നോക്കി, ഇത്ര വലിയ ഇതാണെന്ന് നോക്കി. ഇവിടെ നോക്കുമ്പോൾ നോക്കി ടോംബ് കണ്ടോ, കുത്തമ്മീനാർ നോക്കി, സൂപ്പർ വ്യൂ അല്ലേ. ആയിട്ടുള്ള മൈതാനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനോട് കോട്ടയോട് ചേർന്നിട്ടുള്ള മൈതാനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ ഭാഗത്തോട്ടൊക്കെ, ആ ഭാഗത്തും ഇതേപോലെ തന്നെ കെട്ടുകളും മതിലുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ ആ ഭാഗത്തൊക്കെ കണ്ടോ, ആ ഭാഗത്തൊക്കെ മതിലുകളും കാര്യങ്ങളും ചുറ്റും ഇങ്ങനെ മതിലിങ്ങനെ കെട്ടി വെച്ചേക്കുക കണ്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആഗ്ര ഫോർട്ടൊക്കെ പോലെയുള്ള ഒരു വലിയൊരു കോട്ടയായിരുന്നു ഇത്. പക്ഷേ ആഗ്ര ഫോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ സമയത്ത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സമയത്തൊക്കെ ഇതാണെങ്കിലും ഇത് അതിനേക്കാളൊക്കെ വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ച നിർമ്മിതിയാണ് ഈ കാണുന്നത് കണ്ടോ. ഇതൊക്കെ അങ്ങനെ തന്നെ അവർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇത്രയും വർഷത്തെ പഴക്കമുള്ള ഈ സംഭവം റീറ്റെയിൻ ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കൾച്ചറിൻ്റെ ഒരു ശേഷിപ്പുകളാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഏത് ഇനത്തിൽപ്പെട്ട ചെടികളാണെന്ന് പോലും അറിയാൻ പോലെ എനിക്ക് ഇത് കണ്ടോ. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് PRLV എന്നൊക്കെ അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചു. ഇതൊക്കെ മുള്ളക്കുള്ള ചെടിയാണ്. നമ്മുടെ അവിടുത്തെ മെയിൻ സാധനം നോക്കി, അലോവേര ഇതൊക്കെ ഇവിടെ വെച്ചേക്കുക. വാടി കേട്ടോ, നല്ലോണം വാടിപ്പോയി ഇതൊക്കെ. ഓക്കെ, ഒരു കുന്നിൻ്റെ മുകളിലാണ്ടോ ഈ പണിത് വെച്ചേക്കുന്നത് സംഭവം. കുന്നിൻ്റെ മുകളിലേക്ക് പണിത് വെച്ചേക്കുന്നത് കണ്ടോ. നോക്ക് കോട്ട, ആ ഭാഗത്തേക്ക് നമുക്ക് പോവാം. ആ കോട്ട ഒന്ന് കണ്ടിട്ട് വരാം. കോട്ട ഇനി എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയില്ല. നമുക്കിനി ആ കോട്ട ഒന്ന് നോക്കിയിട്ട് അവിടുത്തെ ഏരിയകളൊക്കെ ഒന്ന് നമുക്ക് കവർ ചെയ്യാം. ഓരോരോ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ശരിക്കും സിമെന്റ് കണ്ടോ. കണ്ടോ സിമെന്റിന് പകരമൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ നോക്കി. അതുകൊണ്ടൊക്കെ തന്നെ കേട്ടോ ചെമ്മണ്ണോ അങ്ങനെ എന്തൊക്കെ മിക്സ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തേക്കുന്ന അത് സിമെന്റിന് പകരം. ആ സമയത്തൊക്കെ സിമെന്റിന് പകരമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ രണ്ടാമത് സിമെൻ്റൊക്കെ തേച്ചിട്ടുണ്ടാവും കേട്ടോ, അതെനിക്കറിയാൻ പാടില്ല. കണ്ടോ നോക്കി, സിമെൻ്റാണ്, സിമെൻ്റല്ല ഇത് കണ്ടോ, സിമെൻ്റല്ല ഇത് മണ്ണ്. നല്ല ഉയരമുണ്ടത്, ഉയരമുണ്ടതല്ല ഞാൻ വിചാരിച്ച പോലെയല്ല. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ സ്ഥലം. നോക്കി സ്ഥലങ്ങളൊന്ന് നോക്കി, എന്താണല്ലേ സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഇവിടെ എന്തോ ടോംബാണ് തോന്നുന്നത്. നമ്മുടെ ഗിൽജി ടോംബല്ലേ ഇത്, അദ്ദേഹത്തിൻ്റെ ശൗകര്യം. അതിൻ്റെ മുകളിലൊക്കെ കയറിയുണ്ടോ പിള്ളേർ കയറിയെന്ന് ഫോട്ടോ എടുക്കുന്നത്. ഇതേണ്ട ഇവിടെ അതേപോലെ തന്നെ ഒരു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആകെ ഇടിഞ്ഞു പൊടിഞ്ഞ് വീണു. ഇതിൻ്റെ മേൽക്കൂരയൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഫുള്ള് പോയി കണ്ടോ. എന്താ നോക്കി, ഒക്കെ ചിലപ്പോൾ കാലപ്പഴക്കം ചേർന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് കൺസ്ട്രക്ഷൻ അങ്ങനെയാണ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. നമ്മുടെ അന്നത്തെ കാലത്തൊക്കെ ഒന്നും ഇതേപോലെയുള്ള ഈ പറഞ്ഞ പോലെ സുർക്കി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നും ഇല്ലല്ലോ. കാരണം മോഡേൺ ബ്രിട്ടീഷുകാരൊക്കെ വന്നേ പിന്നെയാണ് ഈ പറഞ്ഞ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വന്നേ. ആ സമയത്തൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ കളിമണ്ണും കണ്ടോ, ഡോമ്പൊക്കെ വെച്ച് കണ്ടു. പക്ഷെ അതേ കൾച്ചറൊക്കെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ അതേപോലെ പണ്ടുണ്ടായിരുന്ന മറ്റേ മുഗൾ കൾച്ചർ പോലത്തെ ഡോമും കാര്യങ്ങളൊക്കെ കണ്ടോ ഇവിടെ. അതൊക്കെ അതേപോലെ തന്നെ ഉണ്ട് ഇവിടെ. നിരവധിയായിട്ടുള്ള അണ്ണാനും മൈന, നമ്മുടെ അവിടുത്തെ പോലെ മൈനകളും കാര്യങ്ങളും പക്ഷികൾ. ഇതേ വേറൊരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് കണ്ടപ്പോൾ നമ്മൾ പോയിട്ടിരിക്കുന്നത്. മരങ്ങളും എന്തൊരു പോണ്ടാണെന്നോ കുളമാണെന്നോ കൊണ്ടത് സംതിങ് എന്തോ ഇത് കാണാൻ കാണിക്കുന്നത് കണ്ടോ. മരം നോക്കി, ഇതന്നുള്ള മരമാണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ അന്നുണ്ടായിരുന്ന മരമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കാണാം, കുത്തമ്പനാറിനെ കാണാം.
ഇത് ഒരു വശത്തേക്ക് ചരിഞ്ഞ് നിൽക്കുന്നതാണെന്ന് പറയണത് ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോൾ വീഴുമെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും സംഭവം വീഴത്തൊന്നുമില്ല. അങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അത് ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഫോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങളിങ്ങനെ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നതാണ് പുത്തുമനാളെ. അതിൻ്റെ നേരെ കാണുന്ന ഒരു ചരിവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട ചരിവുണ്ടെന്ന് പറയണത് ശരിയാണ്. നമുക്ക് ചരിഞ്ഞായിരിക്കുന്നു, ശരിക്കും ചരിഞ്ഞാൽ നിൽക്കുന്നത് കണ്ടോ. അയൺ പില്ലറാണ് കേട്ടോ. അത് അയൺ പില്ലറാണ് അവിടെ ചെയ്യുന്നത്. ആ സമയത്തുണ്ടായിരുന്ന ഒരു കൺസ്ട്രക്ഷൻ നിർമ്മിതിയാണ്. അപ്പോൾ ഈ കണ്ടത് ചുറ്റുവട്ടം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. കല്ല് കണ്ടോ, ഇത് ചെങ്കല്ല. ഇത് കണ്ടോ, ചെങ്കല്ലിൻ്റെ ഒരു കംപ്ലീറ്റഡ് ഫോമാണ് ഈ കാണുന്നത്. കണ്ടോ 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 ചെങ്കല്ല. ഇതൊക്കെ ഇത് ഗ്രാനൈറ്റ്, നമ്മുടെ കരിങ്കല്ല് പോലത്തെ കരിങ്കല്ല. ഇതൊക്കെ അതേപോലെ തന്നെ ഇത് സ്റ്റോൺ തന്നെയാണ്. ഇതൊക്കെ കണ്ടോ ഗ്രാനൈറ്റും അതേപോലെ തന്നെയുള്ള കല്ലുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. ഇതിൽ വേറൊരു നിർമ്മിതിയുടെ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. ഇതുണ്ട്, ഇതെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചേക്കുക. കണക്ട് ചെയ്ത് ഇൻ്റർലോക്ക് ചെയ്ത് വെച്ച് വെറുതെ ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഒരു എന്താ പറയുക, പിടിക്കലോ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. എല്ലാം ഇൻ്റർലോക്കിൽ നിൽക്കണ സംഭവം കംപ്ലീറ്റ്ലി. ഇതിനെ വെയിറ്റിലാണ് നിൽക്കണത്. കണ്ടോ ഇതെല്ലാം കണ്ടോ, ഒരു ഇതുപോലും ഇല്ല. നോക്കി ഗ്യാപ്പിലൊക്കെ നോക്കി കണ്ടോ, ഒരു ഇതുപോലും ഇല്ല. ഇതൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചേക്കുക. എല്ലാം അങ്ങനെ തന്നെ ഇൻ്റർലോക്ക് ചെയ്ത ഇതിൻ്റെ മുകളിലോട്ട് കൺസിഡർ ചെയ്യാം. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇത് പെട്ടെന്ന് ഇടിഞ്ഞു കൊടുങ്ങി വീഴാനൊക്കെ കാരണമായിരുന്നു. അതങ്ങനെയല്ല. പക്ഷേ ഈ ഒരു ബിൽഡിങ് നോക്കി നിങ്ങൾ അതേപോലെ തന്നെ വെച്ചേക്കണതാണ്. ഇപ്പം ഇത് അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇവർ ഫിനിഷിങ് ചെയ്തേക്കണായിരിക്കാനേ വഴിയുള്ളൂ. ഇവിടുത്തെ അതേപോലെ തന്നെ ഒരു ഇതാണ് കേട്ടോ. ഫോട്ടോസ് കൂടുതൽ എടുക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഞാനിങ്ങനെ വരുമ്പോൾ നമുക്കൊരിക്കലും ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ഇതില്ല. എക്സ്റ്റൻഷൻ ബൈ ഗൽജിയുടെ സമയത്ത് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ ഗൽജിയുടെ സമയത്ത് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇതെനിക്ക് തോന്നുന്നത് സംതിങ് എന്തൊരു മിസ്റ്ററുള്ള പോലെ ഒന്നുണ്ടല്ലോ. മോസ്ക് റൈറ്റ്, മോസ്ക്. ഇതാണ് പള്ളി കേട്ടോ. അതെ, അന്നത്തെ പള്ളിയാണ് ഈ കാണുന്നത്. വിദേശത്തിൻ്റെ അവിടെ കണ്ട ചെറിയ പള്ളിയാണ്. ഇത്രയും പൊക്കത്തുള്ളൂ. ഇതിൻ്റെ മെറ്റീരിയലും ഒക്കെ നമ്മുടെ അവിടത്തൊക്കെ ഒരു സിമെൻ്റ് ഒന്നുമല്ല, മറ്റേ കളിമണ്ണ് വെച്ചിട്ടുള്ള സംഭവം, ചാന്ത് പോലത്തെ സംഭവം അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നതാണ് ഇത്രയും നാളത്തെ ഒരു പഴക്കവും കാര്യങ്ങളൊക്കെ വരാനായിട്ട്. നിങ്ങൾ ആലോചിക്കുക 1200 എന്ന് പറയുമ്പോൾ എത്ര കൊല്ലത്തെ നോക്കി. 1200 കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അത്രയധികം കാലപ്പഴക്കമുണ്ടെന്നുള്ളത്. ഏകദേശം 800 വർഷത്തോളമായിട്ടുള്ള കാലപ്പഴക്കമുള്ള നിർമ്മിതികളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് അതേപോലെയുള്ളൊരു ടവർ തന്നെയായിരുന്നു. ഇതും സെയിം ടവർ തന്നെയായിരുന്നു. പക്ഷെ ഇതിൻ്റെ എക്സാക്ട് കൺസ്ട്രക്ഷൻ പറഞ്ഞാൽ അലൈമില്ലാർന്ന് പറഞ്ഞിട്ടുള്ള കൺസ്ട്രക്ഷനാണ് കേട്ടോ. അതേ സമയത്ത് 1296-നും 1316-നും നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ്. അതായത് കുത്തമ്മീനാർ നിർമ്മിക്കുന്നതിൻ്റെ ബിൽഡ് ചെയ്തതിന് ശേഷം നിർമ്മിച്ചിരുന്ന ഒരു ഇതാണ് കേട്ടോ. ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്നിട്ടുള്ള ഒരു ടവറാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ അത് ഓൾറെഡി കാലപ്പഴക്കം കാരണം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണുണ്ടായത് കേട്ടോ. അതിൻ്റെ ശേഷിപ്പാണ്, അതിൻ്റെ ബേസ് മാത്രമാണ് ഇവിടെ ഉള്ളൂ. ഇപ്പം നിരവധിയായിട്ടുള്ള അണ്ണാനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവർക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും നമ്മൾ എനിക്കോണ് ഇട്ടുകൊണ്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. കണ്ടോ അവർ കണ്ടോ കഴിക്കുന്നോക്കി, കണ്ടോ കഴിക്കുന്നോക്കി, കണ്ടോ എൻ്റെ കയ്യിലേക്ക് ഓരോട്ടിപ്പോൾ ഓക്കെ. എനിക്ക് കയ്യിലിങ്ങനെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. കണ്ട തിന്നോണ്ടിരിക്കുകയാണ്. കയ്യിൽ കയറുമെന്നറിയില്ല, കയറുമോ നോക്കട്ടെ. എന്താനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ. കയ്യിലൊക്കെ വായി വെച്ച് നാക്കുന്നു. കയ്യിൽ കയറണ്ട ആൾ.
one wait. Let him. He wants one picture. അൻപിച്ച ഓക്കെ. ഞാൻ വീട്ടിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചിരിക്കുക, പക്ഷേ ആള് വരുന്നില്ല, എൻ്റെ കയ്യിലേക്ക് വരുന്നില്ല, കേട്ടോ, കയറുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാനെ. കം കം. ഈ ഭാഗത്തൊക്കെ എത്തി. ഇനിയിപ്പോൾ ഇവിടെ നടന്ന് ഞങ്ങളുടെ ഭാഗത്ത് പോകണോടാ. ഇനി ആ ഭാഗത്തേക്ക് നമ്മൾ എക്സിസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. നമ്മളെല്ലാ ഭാഗത്തും ഇവിടുന്ന് ഓൾമോസ്റ്റ് ഇവിടെ കവർ ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡായിട്ടായിരിക്കും, ഡൽഹിയിൽ അടുത്തൊരു എപ്പിസോഡായിട്ടായിരിക്കും ഞാൻ വരിക കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ട് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, അടുത്ത ദിവസം കാണാം.